ഹായ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖം. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചപ്പാത്തിയാണ്. അതേ ചപ്പാത്തി ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയതല്ല, രാവിലെ ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിച്ചു. ഇപ്പോൾ വൈകുന്നേരം 2 ചപ്പാത്തി അമ്മക്ക് 2 ചപ്പാത്തി എനിക്ക്. അത് അമ്മക്ക് ചപ്പാത്തി കൊടുത്തു, അമ്മ അതാ കഴിക്കുന്നത്. എനിക്ക് ഉണ്ടാക്കണത്ര ബാജി, എനിക്ക് ഉണ്ടാക്കണത്ര ഒന്നായി, ഇനി ഒന്ന് ഉണ്ടാക്കണത്ര. അപ്പോൾ നമ്മൾക്ക് 50 വരെയല്ല ആയത്. ഇപ്പോൾ 50 കഴിഞ്ഞിട്ട് ಕನ್ನಡത്തിൽ 51, 52, 53, 54, 55, 56, 57, 58, 59, 60. 60 എന്ന് പറഞ്ഞാൽ 60. വേഗം ಹೋಗಿ ചായ കുടി, വേഗം പോയിട്ട് ചായ കുടിക്കുക, അല്ലെങ്കിൽ വേഗം ಹೋಗಿ കാപ്പി കുടി, വേഗം പോയിട്ട് കാപ്പി കുടിക്കുക, വേഗം ചോറ് കഴിക്കുക, വേഗം ಹೋಗಿ ಊಟ ಮಾಡು, അങ്ങനെയല്ല പറയുന്നത്. എങ്ങനെയാണ് ചപ്പാത്തി ആക്കുന്നതിന് ഉണ്ടായത് കാണില്ല. ഒന്നേ വേണ്ടു, ഒരു ചപ്പാത്തിയേ വേണ്ടു. പൊടി നല്ലോണം ഇട്ടില്ലെങ്കിൽ അവിടെ തന്നെ പറ്റിപ്പിടിക്കും. പൊടി നല്ലോണം ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ ലാസ്റ്റ് എടുത്താൽ മതി. ഞാനിങ്ങനെ പലക തിരിക്കും. നമുക്ക് ഇതെല്ലാം വേഗാവും. ഇത് 2 ആളല്ലേ, 2 ചപ്പാത്തി എനിക്ക്, 2 ചപ്പാത്തി. ചെലേപ്പിലെ വേർത്ത ചപ്പാത്തി. ಅತ್ಯಾಕರ್ಷಕ ದೈವದೇವರ ಮೂರ್ತಿಗಳು ಗ್ರಾಹಕರ ಅಭಿರುಚಿಗೆ ತಕ್ಕಂತಹ ವಿನ್ಯಾಸಗಳನ್ನ ಮಾಡಿಕೊಡಲಾಗುವುದು. ನಮ್ಮಲ್ಲಿ ಎಲ್ಲಾ ತರಹದ ಹಳೆಯ ಪಾತ್ರೆಗಳನ್ನ ಹೊಸ ಪಾತ್ರೆಗಳಿಗೆ ಬದಲಾಯಿಸಿಕೊಡಲಾಗುವುದು. പിന്നെ ഞാനൊരു വെള്ള സാരിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. 474 രൂപ. വെള്ളക്ക് ചുവന്ന കരയുള്ളത്. അത് 7-ാം തീയതി ഞങ്ങൾക്ക് പാലക്കുന്ന് അമ്പലത്തിൽ പൊങ്കാലയുണ്ട്. അപ്പോൾ കലങ്ങനുപ്പ് എന്ന് പറയും. അത് പൊങ്കാല പോലെ തന്നെ, പക്ഷെ നമ്മളവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതല്ല, അവരെന്നെ ഭക്ഷണമാക്കി തരും. പിറ്റേ ദിവസമാണ് നമുക്ക് രാവിലെ കിട്ടുന്നത്. അപ്പോൾ അതിൽ സാമ്പാർ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സമയത്ത്. അങ്ങനെ ഓർഡർ 31 പേര്. പിന്നെ എൻ്റെ ബ്ലൗസ് തുന്നണമല്ലോ. ബ്ലൗസ് തുന്നാൻ എനിക്കറിയാം, പക്ഷേ ഇന്നലെ അത്ര കറക്റ്റായിട്ട് ആവില്ല. നമ്മൾ കുറേ ദിവസം പണി മെനക്കെടേണ്ടി വരും. അതുകൊണ്ട് വേറെ ആളതിൽ കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഒരു 300 രൂപയിലാവുള്ളൂ അതിന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമുണ്ട്. പിന്നെ എന്നും പറയുന്നത് പോലെ എൻ്റെ മോന് വേണ്ടിയിട്ട് നല്ലൊരു കുടുംബത്തിന്, പാവപ്പെട്ടെന്ന് പറയാനില്ലെങ്കിലും പാവപ്പെട്ട കുടുംബത്തിന് ഒന്നും വേണ്ട നമുക്ക്. പിന്നെ നമ്മൾ തന്നെ കല്യാണം എല്ലാം കഴിപ്പിച്ചോളൂ. പിന്നെ പാലക്കുന്ന് അമ്പലത്തിൽ. അപ്പോൾ നല്ലൊരു കുടുംബത്തിന് ഒരു കുട്ടീനെ രക്ഷിതാവ് വഴി ഇങ്ങനെ ആലോചിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് ശരിയാക്കി തരണം. പിന്നെന്താ പറയുന്നത്, ഇന്ന് ഞങ്ങൾക്ക് കറി എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം കയ്പ്പക്കയും എനിക്ക് താരപ്പിരിയും കുമ്പളങ്ങെല്ലാം ഉണ്ടായിരുന്നു. ചെറിയ കുമ്പളങ്ങ ഉണ്ടായിരുന്നു, ചെറിയ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അത് അമ്മ കഴിക്കില്ല. അങ്ങനെ ഇതിൻ്റെ കഷ്ണം താരോപ്പിരിയെല്ലാം ഇട്ടിട്ട് തോരന പോലെ ഞാൻ ഉണ്ടാക്കി. പിന്നെ നമുക്ക് കയ്പ്പക്ക കറിക്ക് വെള്ളമിട്ടിട്ട് മാങ്ങ ഇട്ടിട്ടുള്ള കറി വെച്ച്, പിന്നെ അമ്മക്ക് കഷായം കൊടുത്തു, മരുന്ന് കൊടുത്തു.
ರೂಪಾಯಿ 2,000ಕ್ಕಿಂತ ಮೇಲ್ಪಟ್ಟ ಎಲ್ಲ ಖರೀದಿಗೂ ವಿಶೇಷ ಬಹುಮಾನ. ರೂಪಾಯಿ 5,000ಕ್ಕಿಂತ ಮೇಲ್ಪಟ್ಟ ಖರೀದಿಗೆ ವಿಶೇಷ ರಿಯಾಯಿತಿ. ಜೊತೆಗೆ കുഞ്ഞുങ്ങളെ പറയുന്നില്ലേ നമ്മൾ, നല്ല നല്ലൊരു ഭംഗിയുള്ള കുഞ്ഞാണെന്ന് പറയുന്നില്ലേ. അപ്പോൾ ഉള്ള ചന്തയില്ല മകു, ಎಷ್ಟು ಚಂದ ಉಂಟು, ಎത്ര നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ಎಷ್ಟು ಚಂದ ಉಂಟು ആ മകു. മകു എന്ന് പറഞ്ഞാൽ കുഞ്ഞിനാണ്. പിന്നെ നമ്മൾ അടുത്ത വീട്ടുകാരെന്തെങ്കിലും പറയുന്നത് അത്ര മനോರು ನಮ್ಮ ನನಗೆ ದೂರ ಹೇಳಿದ್ದು പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുറ്റം പറയുന്നില്ല, അതിൻ്റെ ദൂറ് പറയുന്നു. അമ്മ എന്നെ കളിയാക്കുന്നുണ്ട്. കുറ്റം പറയുന്നതിന് ദൂറ് പറയുന്നു. പിന്നെ ഇനി ഞാൻ ഗ്യാസെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു പലക കിട്ടി, പലകയുടെ അതൊക്കെ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ്, അതുകൊണ്ട് അതെല്ലാം ഞാനിവിടെ വെച്ച് ഇതിൻ്റെ മേലെ ഗ്യാസ് വെച്ച് ഗ്യാസിൻ്റെ സ്ഥാനം കൊണ്ട് അതെന്താ പറഞ്ഞെങ്കിൽ കുക്കറിൻ്റെതെല്ലാം ട്യൂബിന് പോയി, കുക്കറിൻ്റെ ഇതെല്ലാം പോയിട്ട് ട്യൂബിന് പോയിട്ട് ട്യൂബ് കേടാണ്. അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റി. ഇതിൻ്റെ അടിക്കും എന്തെങ്കിലും വെക്കാം, നല്ല സൗകര്യം. പല കളിച്ച് അപ്പോൾ നല്ല സൗകര്യം, നല്ല രസം കാണാൻ, നല്ല രസം. പിന്നെ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണേ. അങ്ങനെ പാടില്ല, ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു തരണേ. പിന്നെ നിങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ വേണം ഇനി മുന്നോട്ട് പോകാൻ. ഒരുപാട് ലോകമൊന്നും കാണാത്ത ഒരാളാണ്, പിന്നെ കൂടുതൽ യാത്രയൊന്നും പോകാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ അവിടെ പോയി ജ്യൂസ് കഴിക്കുക, ഇവിടെ പോയി ജ്യൂസ് കുടിക്കുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ളൊരു ശീലമൊന്നും പണ്ടേ ഇല്ല. 2 മക്കളെ വളർത്തിയിട്ട് പഠിപ്പിക്കാനെല്ലാം കുറേ കഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ശീലമൊന്നും പഠിച്ചിട്ടില്ല. ഹോട്ടലിൽ ഭക്ഷണം കൊടുത്തിട്ട് എന്തെങ്കിലും ലളിതമായ ഭക്ഷണം വീട്ടിലുണ്ടാക്കും, കഴിക്കും, അത്ര നല്ലാതെ. പിന്നെ ഓണം വിഷുവെല്ലാം നല്ല നല്ല ഫുഡെല്ലാം ഉണ്ടാക്കും. അത് വീട്ടിലാണെങ്കിൽ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കും, ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ വീട്ടിലാണെങ്കിലും ഹോട്ടൽ ഭക്ഷണമൊന്നും കഴിക്കില്ല, പണ്ടേ കഴിക്കില്ല. പണ്ട് നമ്മൾക്ക് ഒത്തിരി കഷ്ടപ്പാടല്ലേ. അപ്പോൾ മക്കളെ നോക്കണം, അവരെ പഠിപ്പിക്കണം, അങ്ങനെ ജോലിയും കാര്യങ്ങളും എല്ലാം ആകുമ്പോൾ ജോലി എന്തെന്ന് ഇപ്പോൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ട് വീട് തിരച്ചുകൊണ്ടെല്ലാം ഉണ്ടായില്ല. ആ പണ്ടത്തെ ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ ജീവിതം വളരെയധികം സന്തോഷം നൽകുന്നൊരു ജീവിതമാണ്. പണ്ടത്തെ ആ സാഹചര്യം ഓർക്കുമ്പോൾ കല്യാണം കഴിഞ്ഞതോടെ നമ്മളെ കഷ്ടക്കാലം വന്നു എന്ന് പറയാം. സാരമില്ല, ഒരാളെ വിധി ഇങ്ങനെ ഈശ്വരൻ വിധിച്ചിട്ടുണ്ടാവും, അത് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കാനെന്നല്ല പണ്ടുള്ളവർ പറയുന്നു. അതുപോലെ അതിന് സങ്കടമൊന്നുമില്ല, ഈശ്വരൻ തരുന്നതല്ല. ഈശ്വരൻ ഓരോരാൾക്ക് ഓരോ വിധി വിധിച്ചിട്ടുള്ളതല്ല, നമ്മളെ വിധി ഇങ്ങനെയായിരിക്കും. പിന്നെ ഞാനിങ്ങനെ പുറമേ സങ്കടപ്പെടാറില്ല ആരോടും. എല്ലാവരും സങ്കടത്തിൽ ജീവിക്കുന്നവരില്ല. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മളെ സങ്കടം കൂടി പറഞ്ഞിട്ട് അവരെ വെറുതെ വിഷമിക്കുന്നതിന് വിചാരിച്ചിട്ട് നമ്മളെ സങ്കടം മാറ്റാൻ ആരെക്കൊണ്ട് പറ്റില്ല. പിന്നെ വെറുതെ പറയുന്നത് അങ്ങനെ. പിന്നെ എനിക്ക് ഒറ്റൊരു സങ്കടമുള്ളൂ, എൻ്റെ മോന് ഒരു കല്യാണം കഴിയാത്ത ഒരു സങ്കടമില്ല. നല്ലൊരു കുടുംബത്തിന് നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നത് ഞാൻ എന്നിട്ട് ചത്താൽ മതിയായിരുന്നു. അത്ര എന്നിട്ട് കണ്ണടഞ്ഞാൽ സാരമില്ല. അങ്ങനെയുണ്ട്. അവൻ്റെ വീട്ടിലൊറ്റയ്ക്ക് തന്നെ ആകുമ്പോൾ ഭയങ്കര നിങ്ങളോടല്ലാതെ പിന്നെ ആരോടും ഞാൻ പറയും. എൻ്റെ ബലം നിങ്ങളെ 2023-24 ಸಾಲಿನ PUC ಫಲಿತಾಂಶದಲ್ಲಿ
ವಾಣಿಜ್ಯ ವಿಭಾಗದಲ್ಲಿ 593 ಅಂಕಗಳೊಂದಿಗೆ ರಾಜ್ಯಕ್ಕೆ 5ನೇ ರ್ಯಾಂಕ್ ಅನ್ನು ಪಡೆದ ಅರ್ಚನಾ ಎನ್ಕೆ ಹಾಗೂ പിന്നെന്താ ವಿಜ್ಞಾನ ವಿಭಾಗದಲ್ಲಿ 589 ಅಂಕಗಳೊಂದಿಗೆ ചെളിയാന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളും അങ്ങനെയല്ല പറയുന്നത്. സെക്കെ എന്ന് പറഞ്ഞാൽ ചൂട്. ഇന്ന് സമയം കിട്ടിയിട്ട ഓരോന്നും ഓർത്തിട്ടാകുമ്പോൾ ഞാൻ എഴുതിയേക്കല്. അപ്പോൾ ഇന്ന് സമയം കിട്ടിയിട്ട. ഓക്കെ, ബൈ ബൈ. ബാക്കി നാളെ എന്തെങ്കിലും ഓർത്തിട്ട് എഴുതിയിട്ട് വെക്കല്. ബാക്കി നാളെ ബൈ ബൈ.